നേരത്തെ മൗലികാവകാശം എന്നുള്ളത് എടുത്തു കളഞ്ഞെങ്കിൽ പോലും ആർട്ടിക്കിൾ 21 അതിന്റെ വളരെ വലിയ വ്യാപ്തിയുള്ളതാണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. അതിനകത്ത് ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് സാധാരണ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ റൈറ്റ് ടു പ്രൈവസി, അതും റൈറ്റ് ടു ലൈഫ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ രീതിയിലുള്ള വലിയ വ്യാപ്തി അതിന് കൊടുത്തതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് വിൽ കം അണ്ടർ റൈറ്റ് ടു ലൈഫ്. അപ്പൊ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മൗലികാവകാശമാണ്. അപ്പം നഷ്ടപരിഹാരം കൊടുക്കാതെ ഒരുത്തിന്റെയും വസ്തു എടുക്കാൻ പറ്റത്തില്ലെന്നായി. അങ്ങനെ വന്നു. പുതിയ നിയമം അനുസരിച്ചുള്ള നഷ്ടപരിഹാരം അവർ കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള വിധി വന്നു. ഇതുപോലുള്ള ഒരുപാട് ആളുകൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു വിധിയാണ് ഇപ്പൊ ഈ വന്നേക്കുന്നത്. വളരെ സവിശേഷമായ ഒരു വിധിയാണ്. ഫണ്ടമെന്റൽ റൈറ്റ് അല്ല ആ സ്വത്തിന്റെ അവകാശം എന്ന് കണ്ടുവെങ്കിൽ പോലും വന്ന് അമെന്റ്മെന്റിലൂടെ അത് മാറ്റിയെങ്കിൽ പോലും അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതെ ആകുന്നില്ല ഇപ്പോ. കാരണം അത് ജീവിക്കാനുള്ള അവകാശത്തിനകത്ത് വരും.